എങ്ങനെയാണ് ഇങ്ങനെ ഒരു പുതിയ കോൺസെപ്റ്റിലേക്ക് വീട് എന്ന് പറയുന്ന മലയാളിയുടെ ഈ സങ്കല്പത്തിനെ മാറ്റി ഒരു പുതിയ ഡെഫിനിഷൻ കൊണ്ടുവരുന്നതിലേക്ക് എത്തിയതും ആ കോൺസെപ്റ്റ് എന്താണ്? ചേട്ടൻ്റെ ഒരു വിഷൻ എന്താണ് അതിനെക്കുറിച്ചുള്ളത്? പർദീസ ലിവിങ്ങിലോട്ട് കടക്കുന്നതിന് മുന്നേ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ബിടെക് സിവിൽ NIT സിൽച്ചാറിൽ നിന്ന് പാസ്സായ ഒരാളാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ചെന്നുപെട്ടൊരു എക്സ്പീരിയൻസ് മേഖല എന്ന് പറയുന്നത് IT ഫീൽഡാണ്. അപ്പോൾ നമ്മളൊരു 10-15 വർഷം IT ഫീൽഡിൽ വർക്ക് ചെയ്തപ്പോഴും നമ്മളുടെ മനസ്സിലുള്ള ഒരു പാഷൻ, ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചറിനോടുള്ള പാഷൻ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ 2014 നമ്മളൊരു കൺസ്ട്രക്ഷൻ ഫേം, ഒരു ബിൽഡർ ഫേം ആരംഭിക്കുന്നത്. അന്ന് മുതലേ നമ്മൾ UK യിലും ബാംഗ്ലൂരും ബോംബെയിലൊക്കെ പ്രസ്റ്റീജ് ലേക്ക് സൈഡ് ഹാബിറ്റാറ്റിലും രഹേജ അപ്പാർട്ട്മെൻറ്റ്സിലും ഹിരാന്താനി അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ചൊരു ക്വാളിറ്റി ലൈഫ് സ്റ്റൈലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും നോക്കിയിരുന്നത് ബിഗ് ഹൗസസോ അല്ലെങ്കിൽ ഒരു 5 ബെഡ്റൂമോ അല്ലെങ്കിൽ 5000 സ്ക്വയർ ഫീറ്റ് വീടുകളല്ല ആയിരുന്നില്ല. അപ്പോൾ എന്നും നമ്മുടെ മനസ്സിലൊരു കമ്മ്യൂണിറ്റി പ്രൊജക്ട്സുകളോടുള്ളൊരു ഇൻസ്പിറേഷനും അതിനോടുള്ളൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ നാട്ടിൽ തിരിച്ചു വന്ന് 2020 പോസ്റ്റ് കോവിഡ് എറയിൽ ഇപ്പോൾ ക്ലിയർ നേരത്തെ പറഞ്ഞ പോലെ ഒരു മലയാളിയുടെ ഒരു മാറുന്ന സങ്കല്പം ക്ലിയർലി വിസിബിളായി തുടങ്ങിയത് പോസ്റ്റ് കോവിഡ് എറയിലാണ്. 2020 കോവിഡ് കഴിഞ്ഞപ്പോൾ മലയാളി കൂടുതൽ ഫിനാൻഷ്യലി ഡിസിപ്ലിൻഡ് ആയിരുന്നു, കൂടുതൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിരുന്നു. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ക്ലിയർ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു 10 വർഷം മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നൊരു വീട് എന്നുള്ള സങ്കല്പം ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞ സ്മോൾ ടൗണിൽ ഒരു 20-25 സെൻറ്റ് സ്ഥലത്ത് ഒരു 4000-3000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു 4 ബെഡ്റൂം 5 ബെഡ്റൂം സ്വന്തമായിട്ടൊരു ഹോം തിയേറ്റർ, ഒരു സ്വിമ്മിംഗ് പൂൾ, ഒരു ചിൽഡ്രൻസ് പാർക്കൊക്കെ വേണമെന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്ന് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മളൊക്കെ അനുഭവിച്ച ക്വാളിറ്റി ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, ആ ക്വാളിറ്റി ലൈഫ് സ്റ്റൈലിൽ തന്നെ വളരെ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ഫിഗർ എന്ന് പറയുന്ന ഒരു കൺവീനിയൻസ് ഫാക്ടർ ഉണ്ട്. നമ്മളുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരു 9 to 9 PM എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീട് ഉപയോഗിക്കുന്നത് പ്യുവർ പ്രൈവറ്റ് സ്പേസ് ആൻഡ് സ്ലീപ്പിംഗ് സ്പേസ് എന്നുള്ള രീതിയിലേക്ക് മാറി നമ്മുടെ ഒരു ക്വാളിറ്റി നെയ്ബർഹുഡും നമ്മൾ കറക്റ്റ്. അപ്പോൾ ഇറ്റ്സ് ഡെഡ് മണി. ഇപ്പോൾ മലയാളി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം നോക്കുകയാണെങ്കിൽ ഹൗസ് ഈസ് എ ഡെഡ് മണി എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഇപ്പോൾ ക്ലിയർ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ ഒരു റെൻ്റൽ വീട്ടിൽ താമസിച്ചൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ആം സപ്പോർട്ടീവ് ഓഫ് ദാറ്റ്. അപ്പം നമ്മൾ മലയാളി കൂടുതൽ ഈ മെറ്റീരിയൽ ബിഗ് ഹൗസസിനേക്കാൾ അല്ലെങ്കിൽ ബിഗ് കാറിനേക്കാൾ മലയാളിയുടെ ഒരു സോഷ്യൽ പ്രെജുഡിസ്ഡ് വ്യൂവും മലയാളിയുടെ ഒരു സോഷ്യൽ ഈഗോവും മാറ്റിവെച്ച് പോസ്റ്റ് കോവിഡ് എറയിൽ കൂടുതൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് താമസിക്കാൻ ഒരു കൊച്ചു വീടും അറ്റ് ദ സെയിം ടൈം എൻ്റെ ഒരു ടൈമും ഞാൻ ഫാമിലിയോടൊത്ത് ചിലവഴിക്കുന്ന സമയവും നമ്മുടെ ഫ്രണ്ട്സിനോടൊത്ത് ചിലവഴിക്കുന്ന സമയവും ഒരു ക്വാളിറ്റി നെയ്ബർഹുഡ് വേണമെന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് പർദീസ ലിവിങ്ങിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഹാപ്പി ഹോർമോൺ സ്പേസ് ആണ്. പെർഫെക്റ്റ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ബിഗ് ഹൗസസ് എനിമോർ. യുവർ ഫസ്റ്റ് ഹോം കുഡ് ബി യുവർ ലാസ്റ്റ് ഹോം ടു. ആ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് ജീവിക്കാൻ ഒരു ബെഡ്റൂം ആണെങ്കിൽ ഒരു 800 to ഇൻവെസ്റ്റ്മെന്റ് കോൺസെപ്റ്റുകളും മാറിയിട്ടുണ്ട് ഒരുപാട്. ഇപ്പോൾ ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ മേടിക്കുമ്പോൾ ഇന്ന് പലരും 2-3 പ്രാവശ്യം ചിന്തിച്ചിട്ട് ചെയ്യാറുള്ളൂ. അപ്പൊ ആ ബിൽഡേഴ്സ് മാർക്കറ്റിലൊക്കെ വന്നൊരു വേരിയേഷൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പം ചേട്ടന്റെ കോൺസെപ്റ്റിൽ അതെങ്ങനെയാണ്? ഞാനിപ്പോൾ ഒരു ബിൽഡർ എന്ന നിലയിൽ കഴിഞ്ഞൊരു 10 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എടുക്കുമ്പോൾ 2 നില വീടുകൾ മാറി 1 നില വീടുകളായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 10 സെൻറ്റ് ഉള്ള ഒരാൾ പണ്ടൊക്കെ 10 സെൻറ്റ് ഉണ്ടെങ്കിൽ 2 നില വീട് പറയണത്. ഇപ്പോൾ അതൊരു 1800-2200 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു 1 നില 3 ബെഡ്റൂം മതി എന്നുള്ള കൺസെപ്റ്റിലോട്ട് മലയാളി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നൊരു വിഷയം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി അബൌട്ട് ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ഒരു കൺവീനിയൻസ് ഫാക്ടർ ഉണ്ടല്ലോ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഈ കൺവീനിയൻസ് ഫാക്ടറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഡേ ടു ഡേയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമുക്കിപ്പോൾ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആവാം, മെൻ്റൽ ഹാപ്പിനെസ് റിലേറ്റഡ് ആവാം. ഈ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു നെയ്ബർഹുഡിനെ ഓറിയൻറ്റ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫാക്ടറാണ്. നമ്മൾ കാലത്ത് എണീക്കുമ്പോൾ മുതൽ നമ്മൾ നടക്കുന്ന ജോഗിങ് ട്രാക്കും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന നെയ്ബർ, ഈവൻ നെയ്ബേഴ്സ്, നമ്മുടെ ആ സർക്കിളും
എങ്ങനെയുള്ള ഒരു കൾച്ചർ, എങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റി ആണെന്നുള്ളത് നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ ഒരു പോസിറ്റീവ് എനർജീനെ ബാധിക്കുന്ന ഒരു വളരെ പോസിറ്റീവായിട്ട്. ഇപ്പോൾ പലരും വർക്ക് ഫ്രം ഹോമാണ്. ഇപ്പോൾ ഒരു ഹൈബ്രിഡ് മോഡൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് വീട്ടിലോ അല്ലെങ്കിൽ നെയ്ബർഹുഡിലോ ആണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വീട് എന്നുള്ളത് രാവിലെ 8 മണിക്ക് എനിക്ക് പല്ല് തേച്ച് പുറത്തേക്ക് ഇറങ്ങുക, അത് കഴിഞ്ഞ് വൈകുന്നേരം നമ്മുടെ ആ നെയ്ബർഹുഡിൽ പറന്ന് സന്തോഷത്തോടു കൂടി നടന്ന് ജിമ്മിൽ പോകണമെങ്കിൽ ജിമ്മിൽ പോകാം, കുളത്തിൽ ചൂണ്ടിടണമെങ്കിൽ കുളത്തിൽ ചൂണ്ടിയിടാം, ആംഫി തിയേറ്ററിൽ ഇരുന്ന് പാട്ട് പാടണമെങ്കിൽ അവിടെ ഇരുന്ന് പാട്ട് പാടാം, ഒരു ഗ്യാതറിങ് കൂടാം. ഇനി പാറപ്പുറത്തിരുന്ന് വർക്ക് ചെയ്യണമെങ്കിൽ ലാപ്ടോപ്പിൽ പാറപ്പുറത്തിരുന്ന് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ കുളത്തിൻ്റെ സൈഡിൽ ഡെക്കിലിരുന്ന് വർക്ക് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. കുറേയും കൂടി അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, എക്കോ ഫ്രണ്ട്ലി ആണ് ഈ പ്രോജക്റ്റ്. അപ്പൊ അത് എങ്ങനെയാണ് ഇതിൽ? നമ്മളൊരു 3 വർഷം മുമ്പ് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ സെർച്ച് തുടങ്ങിയപ്പോൾ നമ്മൾ 2-3 ഫാക്ടറാണ് നമ്മൾ ഒരു കാരണവശാലും കോംപ്രമൈസ് ഇല്ല എന്ന് പറഞ്ഞത്. ഒന്ന്, ആക്സസിബിലിറ്റി ടു എയർപോർട്ടാണ്. കൊച്ചിൻ എയർപോർട്ട് ആവാം, കോഴിക്കോട് എയർപോർട്ട് ആവാം. അപ്പോൾ ആക്സസിബിലിറ്റി ടു എയർപോർട്ട് വിത്തിൻ 1 hour എയർപോർട്ടിലോട്ട് എത്തണം. വിത്തിൻ ഹാഫ് ആൻ അവർ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോട്ടുള്ള ആക്സസിബിലിറ്റി വേണം. പിന്നെ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്ത 2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, വെറുതെ ഒരു ബെയർ ലാൻഡിൽ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യാതെ നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡിയും ഒരു ഹിൽ വ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഇൻബിൽട്ടായിട്ട് കിട്ടും. രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ബാൽക്കണി തുറക്കുമ്പോൾ അല്ലെങ്കിൽ വീട് തുറക്കുമ്പോൾ കാണുന്നത് ഒരു വാട്ടർ ബോഡിയോ അല്ലെങ്കിൽ ഒരു ഹിൽ വ്യൂ ആണെങ്കിൽ നമ്മുടെ ഡേ തുടങ്ങുന്നത് തന്നെ വളരെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലൂടെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഒരു 8 മീറ്റർ അപ്രോച്ച്, നമ്മുടെ ഒരു 4ാമത്തെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആക്സസിബിലിറ്റി ഉണ്ടല്ലോ, അത് ഒരു നാഷണൽ ഹൈവേയിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് മാറിപ്പോകുന്ന റോഡുകൾ നമ്മൾ പല പ്രൊജക്റ്റുകളും കാണുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഔട്ട്സ്കേർട്ടിലോട്ട് പോകുമ്പോൾ ആക്സസ് റോഡ് വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഒരു 8 to 10 മീറ്റർ റോഡ് ഈ പ്രൊജക്റ്റിൻ്റെ ഒരു ഹൈലൈറ്റാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രൊജക്റ്റിലേക്ക് പോകുന്ന ത്രൂ ഔട്ട് 10 to 12 മീറ്റർ ടു 8 മീറ്റർ ഈവൺ ഇന്നർ റോഡുകൾ വരെ 8 മീറ്റർ വേണമെന്നുള്ള ഈ ഒരു റിക്വയർമെൻറ്റിൻ്റെ ബേസിലാണ് നമ്മൾ ലാൻഡ് സെർച്ച് ആരംഭിക്കുന്നത് ഒരു 3 വർഷം മുമ്പ്. അൾട്ടിമേറ്റ്ലി ഫൈനലി നമ്മൾ 0 down to ഈ ലൊക്കേഷൻ പരിയാരം എന്നുള്ള കോടശ്ശേരി മലകളൊക്കെ കണ്ട് ഒരു 1 ഏക്കറിലൊരു കറക്റ്റ് എല്ലാ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് എല്ലാ വില്ലകളും എല്ലാ അപ്പാർട്ട്മെൻറ്റുകൾക്കും ഈ ഒരു വാട്ടർ ബോഡി വ്യൂവും ഒരു ഹിൽ വ്യൂവും കിട്ടുന്ന ഒരു രീതിയിലാണ് നമ്മൾ അതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ അതിൻ്റെ ആർക്കിടെക്റ്റ് ലേ ഔട്ട് ചെയ്തിരിക്കുന്നത്.